ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, എൻ നൻപറുകളെ, മേരെ സാത്തിയോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പീക്കിംഗ് തെറാപ്പി ഇൻ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ആൻഡ് തമിഴ് ആൻഡ് നേപ്പാളി എക്സെട്ര അത് തുടരാം. അപ്പോൾ നമുക്ക് നോക്കാം ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള ചില വാക്കുകൾ. അത് വെച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. സം സിമ്പിൾ വേർഡ്സ്, ഇറ്റ്സ് വെരി യൂസ്ഫുൾ ഇൻ ടോക്കിംഗ്. വെൻ യു ടോക്ക് you should use these words simply. Okay, അപ്പോൾ നമ്മൾ പറയും അതാണ് കതക് തുറക്കൂ, ഓപ്പൺ ദി ഡോർ, അല്ലേ? ദർവാസ ഖോലോ, കതക് തുറക്കൂ. കതക് അല്ല, ഡോർ തുറക്കുങ്ക, കതക് തുറക്കുങ്ക, ഡോർ തുറക്കുങ്ക. വാതിലായി തുറക്കും. വാതിൽ എന്ന് പറയുന്നത് ഡോർ തന്നെയാണ് യൂസ് ചെയ്യുക തമിഴിലൊക്കെ കൂടുതലായിട്ട് കേട്ടോ. അതുപോലെ നമ്മൾ പറയും എന്താണ്, അവർ ഉറങ്ങുകയാണ്. ദേ ആർ സ്ലീപ്പിംഗ്, അല്ലേ? ദേ ആർ സ്ലീപ്പിംഗ്, അവർ ഉറങ്ങുകയാണ്, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? നമ്മൾ പറയാറുള്ളതാണ്, അല്ലേ? ഓ സോച്ച്താ ഹെ, അല്ലേ? അതുപോലെ അവങ്ക തൂങ്കരുത് ഇൻ തമിഴ്, അല്ലേ? ഇങ്ങനെ കുറേ വാക്കുകൾ ഞാൻ പറഞ്ഞു. അവർ, നിങ്ങൾ, ഞങ്ങൾ, അല്ലേ? പേഴ്സണൽ പ്രൊനൗൺസ് നമുക്കറിയാം, അല്ലേ? ഒരാളുടെ പേര് പറയാതെ നമ്മൾ പറയും ഹി, ഷീ, അല്ലേ? മീ, ഐ, യു, ഇറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ. ഇറ്റ്സ് പേഴ്സണൽ പ്രൊനൗൺസ്, യുനോ. അപ്പോൾ അത് വളരെയധികം ഉപയോഗിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു യു, അല്ലേ? നമ്മൾ പറയും നീ, നിങ്ങൾ. രണ്ട് തരത്തിൽ ഉപയോഗിക്കാം ഇൻ ഇംഗ്ലീഷ്. ബട്ട് ഇൻ മലയാളം യുനോ, അല്ലേ? നീ, നിങ്ങൾ, താങ്കൾ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓൾസോ ഇൻ ഹിന്ദി ഇറ്റ്സ് ലൈക്ക്, അല്ലേ? തൂ, തും, ആപ്പ്. നീ, നിങ്ങൾ, താങ്കൾ, അല്ലേ? ഗിവിങ് സം റെസ്പെക്ട്സ് ടു അതേഴ്സ്. അപ്പോൾ യു തന്നെയാണ് ഇംഗ്ലീഷിൽ യു മാത്രം യൂസ് ചെയ്യും, അല്ല? അതുപോലെ വരുന്ന വാക്കുകൾ പിന്നെയും ഒരുപാട് ഇങ്ങനെയുള്ള വാക്കുകൾ. ഇറ്റ്സ് വെരി യൂസ്ഫുൾ വെൻ യു ടോക്ക്. അപ്പോൾ വളരെ ഉപകാരപ്രദമായിരിക്കും ഇങ്ങനെ പഠിച്ചു പോകുന്ന ഓരോ വാക്കുകൾ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ, അല്ലേ? അതുപോലെ എന്തു പറയാം, നമ്മൾ കഴിക്കുക എന്നുള്ളത് പറയില്ലേ, എന്ത് പറയുക, ഈറ്റിംഗ്, അല്ല? ഈറ്റ്, ഈറ്റിംഗ്, അല്ലേ? ഈറ്റിംഗ് എന്നുള്ളത് പറഞ്ഞാൽ കഴിക്കുക, കഴിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? സാപ്പിടുക എന്ന് പറയും തമിഴ്, സാപ്പിടൽ. ഖാത്താ ഹേ പറഞ്ഞാൽ കഴിച്ചു, അല്ലേ? ഖാന ഖാത്തി ഹേ, ഖാന ഖാത്താ ഹേ, ഖാത്തി ഹേ പറഞ്ഞാൽ കഴിച്ചു, കഴിച്ചു കഴിഞ്ഞു, അല്ലേ? ഖാന മീൻസ് ഫുഡ്, ഭക്ഷണം എന്നുള്ള അർത്ഥമാണ്. നമ്മുടെ ചോറ് എന്ന് ഉപയോഗിക്കാം, റൈസ്, ഏത് വേണമെങ്കിലോ. അപ്പോൾ ഇങ്ങനെ നമുക്കറിയാം ഒരുപാട് വാക്കുകൾ വളരെ യൂസ്ഫുള്ളാണ്, അല്ലേ? അപ്പോൾ അവൻ പഠിക്കുന്നു, ഹീ സ്റ്റഡിങ്, അല്ലേ? ഏ പഠിത്താ ഹേ, അല്ലേ? അവൻ, അവളാണെങ്കിൽ പഠിത്തി ഹേ. യുനോ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം? അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ക്ലാസ്സുകൾ മാറി മാറി തരുന്നതായിരിക്കും, ഡിഫറൻ്റ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിനിടയിൽ തന്നല്ലേ വിത്ത് മ്യൂസിക്, അല്ലെ? ഒരു വാക്ക് പറഞ്ഞാൽ അതിൻ്റെ ഒരു പാട്ട്, അത് വളരെ നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇൻ യൂട്യൂബ് മൈ ലിങ്ക് സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് പ്രകാശ് ടി കെ മേനോൻ, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഇൻ ഫേസ്ബുക്ക് മൈ ലിങ്ക് സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് 108, ഫോളോയിങ് ആൻഡ് ഷെയർ. ഓക്കെ, ദെൻ ഇൻ ഇൻസ്റ്റാഗ്രാം മൈ ലിങ്ക് പ്രകാശ് ടി കെ 7, following and share. Okay, see you in my next video. Okay, then good night, Shubh Ratri.